Thank you. ഹസീബ എവിടെ നിന്നാണ് വരുന്നത്? ഞാൻ കോഴിക്കോട്. കോഴിക്കോട്. ആരൊക്കെയുണ്ട് വീട്ടിൽ? വീട്ടില് പാപ്പ, ഉമ്മ, വൈഫ്, 2 കുട്ടികൾ. എന്ത് ചെയ്യുന്നു? ഞാൻ ആർട്ടിസ്റ്റാണ്, അതേപോലെ ഗ്രാഫിക് ഡിസൈനറാണ്. യെസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ താരവിളയാട്ടത്തിൽ എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത്? ഞാൻ മെയിനായിട്ട് ലാലേട്ടൻ്റെ വോയിസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ. പിന്നെ ലാലേട്ടൻ്റെ പാട്ട്. മൊത്തം ലാലേട്ടൻ മയമാണ്. ഒരു എന്താ പറയാ, ലാലേട്ടൻ്റെ ഒരു ഹോൾസെയിലാ. ലാലേട്ടന്റെ ശബ്ദം കൃത്യമായി ചെയ്യുന്ന മിമിക്രി ആർട്ടിസ്റ്റുകളിൽ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്ന നിങ്ങൾക്ക് രണ്ടുപേർക്കും അറിയാം. അറിയാം. പിന്നെ ലാലേട്ടൻ മയം തുടങ്ങട്ടെ. ഓക്കെ. ലാലേട്ടൻ പ്രത്യേകിച്ച് പ്രണയത്തെക്കുറിച്ച് പറയുന്ന വാചകങ്ങളൊക്കെ വളരെ ടച്ചിങ് ആയിരിക്കും. അതെ. അപ്പോൾ കാസനോവ എന്ന ചിത്രത്തിൽ അദ്ദേഹം ഒരു വോയിസ് ഓവർ കൊടുത്തിട്ടുണ്ട്. പ്രണയം വൃദ്ധനെ 16-കാരനാക്കുന്ന, അസുരനെ പോലും സ്വപ്നം കാണാൻ പഠിപ്പിക്കുന്ന പ്രണയം. ആ ഭാഷയിൽ സംസാരിച്ചു തുടങ്ങുമ്പോൾ ഓരോ ദിവസവും നേരത്തെ തുടങ്ങട്ടെ എന്ന് അറിയാതെ ആശിക്കുന്നു. ലോകത്തെ എല്ലാ ജീവജാലത്തിനും അറിയാവുന്ന ഒരേ ഒരു ഭാഷ, ഏറ്റവും വലിയ പ്രാർത്ഥന, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. मैं तुमसे प्यार करता हूँ ना उन्हें कातलिकरन अमा बहब के मैं ओकेशुदी I love you. Thank you. ഇനി അദ്ദേഹം ഭരതപിഷാരടി എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. ഏതാ സിനിമ എന്ന് വെച്ച് കഴിഞ്ഞാൽ വടക്കുംനാഥൻ. അപ്പോൾ ആ ഒരു ഒരു സീക്വൻസിൽ അദ്ദേഹം ഉപയോഗിച്ച ഒരു ഹേ ചങ്ങലക്കിടാൻ മാത്രമൊന്നുള്ള അസുഖമില്ല. പിന്നെ നമ്മൾ ഈ ചെളിവരമ്പിലൂടെ നടന്നു പോകുമ്പോൾ അറിയാതെ കാലൊന്ന് വഴുതി പോവാറില്ലേ, അതേപോലെ ഇടയ്ക്ക് മനസ്സൊന്ന് പാളം തെറ്റിപ്പോവുക. മെഡിക്കൽ സയൻസിൽ ഈ ദണ്ണത്തിനിട്ടിരിക്കുന്ന പേരെന്താണെന്നറിയോ? ബൈപോളാർ ഡിസോർഡർ. എപ്പോഴാ എങ്ങനെയാണെന്നറിയാതെ മനസ്സിനകത്ത് ഒരു കടന്നൽ കൂടെ ഇളകാൻ നൃത്തം. ഒക്കെ ഒരു ജാട ഈ അപ്പോത്തിക്കരിമാരുടെ. കഞ്ചാവ് വലിക്കേ ജീവിതത്തിൽ ഇന്നേ വരെ ഞാനത് വലിച്ചിട്ടില്ല. മനസ്സ് പാളം തെറ്റിപ്പോവാൻ തുടങ്ങുന്നു എന്ന് തോന്നുമ്പോൾ നിങ്ങളുടെയൊക്കെ ശ്രദ്ധ തിരിച്ചുവിടാൻ ഞാൻ കാണിച്ചൊരു സൂത്രമായിരുന്നത്. ഒരു ചുരുട്ട്, ഒരു പാവം ചുരുട്ട്, വെറുതെ അതിങ്ങനെ കത്തിച്ച് വലിക്കുക. എന്തിനാ രുക്മാവതി എങ്ങനെ കരണ്? എനിക്കൊന്നുമില്ല, ഒന്നും. ഗോവിന്ദമാമയ്ക്ക് എന്നാ മീശ മുളയ്ക്കാൻ തുടങ്ങിയത്? കൃത്യമായിട്ടൊരു ഉത്തരം തരാൻ പറ്റുമോ? അതുപോലെ എന്നോ ഒരിക്കൽ, എപ്പോഴോ ഒരിക്കൽ, ഒരു കാലഗണനയില്ല അതിന്. തുടക്കത്തുമ്പൂവേ ഈ കണ്ണുനീര്, എനിക്കൊന്നുമില്ല, ഒന്നും. താങ്ക് യു. അത്ര കോൺഫിഡൻസ് ആ മുഖത്ത് കണ്ടതിന്റെ ഇപ്പഴാ എനിക്ക് മനസ്സിലായത്. ലാലേട്ടന്റെ പലതും എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് ഇതിന്റെ ഫസ്റ്റ് കേൾക്കാണേ. അസീബിന്റെ വരവ് ഇപ്പൊ കണ്ടപ്പോ റിമി വിചാരിച്ചു ഇയാൾ പക്ഷെ ഇങ്ങനെ ഒരു മലമറിക്കലാണെന്ന് ഉദ്ദേശിച്ചില്ല അല്ലേ. ലൈവ് റിമിക്കും ഇഷ്ടമുള്ള പോലെ ചോദിക്കേ. ലാലേട്ടാ എന്താ മോളെ പറയും? ഭയങ്കര സന്തോഷം. ഇങ്ങനെ അമൃത ടിവിയിലൂടെ കാണുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അല്ല, ഞാൻ വിചാരിച്ചില്ല റിമി ഇവിടെ കാണുമെന്ന് ഞാനും പ്രതീക്ഷിച്ചില്ല. ഒരുപാട് സന്തോഷം കേട്ടോ. ഓഹോ ലാലേട്ടാ, എന്നാ പറയാ, ഞാനിപ്പോ ഒരു 2-3 വർഷം മുമ്പ് കണ്ടതാ. പക്ഷെ ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിലൂടെ നമ്മൾ വർക്കൗട്ടും വീഡിയോസും ഫോട്ടോസൊക്കെ കാണും. പക്ഷെ നേരിട്ട് കണ്ടപ്പോ ഭയങ്കര ഗ്ലാമർ കൂടി. അല്ല, അത് റിമിയുടെ കണ്ണിന് സൗന്ദര്യമായിരിക്കാം അല്ലേ. ഒരാളുടെ എന്താണോ അത് പ്രതിഫലിക്കുന്ന ഒന്നാണ് കണ്ണ് എന്ന് പറയുന്നത്. അപ്പൊ തീർച്ചയായിട്ടും വലിയ സന്തോഷം എനിക്കും കണ്ടപ്പോൾ. ഒരുപാട് സന്തോഷം കേട്ടോ. സന്തോഷം ലാലേട്ടാ. ഞാൻ എപ്പോഴും ചോദിക്കണം നിൽക്കുന്നത്, നമുക്കൊരു സീൻ കൈ കിട്ടുമ്പോൾ ഞാൻ അടക്കമുള്ള എല്ലാവരും അതെങ്ങനെ ചെയ്യണം, ഈ സമയത്ത് ഇങ്ങനെ കൈയെടുക്കാം അല്ലെങ്കിൽ അങ്ങനെ നോക്കാം, ഇങ്ങനെ നമ്മളൊരു പ്ലാനിങ് ഉണ്ടാവും ഉള്ളിൽ അല്ലേ, എന്നിട്ടായിരിക്കും ചെയ്യുന്നത്. ലാലേട്ടൻ എങ്ങനെയാണ് അങ്ങനെ ഒരു സീൻ കിട്ടുമ്പോൾ അങ്ങനെ അങ്ങ് ചെയ്യാണോ അതോ ആ സമയത്ത് വരുന്ന പോലെ അഭിനയിക്കുകയാണോ? അല്ലേ, ദാറ്റ്സ് എ മാജിക് എന്ന് പറയും അല്ലേ. അതാണല്ലോ ഒരു അഭിനയം എന്ന് പറയുന്നതല്ല. നസീറിൻ്റെതായിട്ടുള്ള രീതിയിൽ അഭിനയിക്കുന്നു, നാദിർഷയുടെ രീതിയിൽ പാരഡികൾ എഴുതുന്നു, അത് പ്രസൻറ്റ് ചെയ്യുന്നു. അതേപോലെ ഒരു ആ സമയത്ത് നമ്മളിൽ പ്രവർത്തിക്കുന്ന ദൈവഹിതം എന്നൊക്കെ പറയുന്നത് അല്ലേ, അതാണ് അഭിനയം. എന്താണെങ്കിലും അല്ലേ. ഇപ്പോൾ നസീർ നന്നായിട്ട് ചിത്രം വരയ്ക്കുന്ന ആളാണ്, ഞാൻ കണ്ടിട്ടുണ്ട്. പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്തോ ഒരു സംതിങ്, ഒരു മാജിക്കൽ ടച്ച് ആ ചിത്രങ്ങൾക്ക് അല്ലേ. പ്രത്യേകിച്ച് വാക്കുകളില്ല ആ ഒരു കഴിവിന് അല്ലേ. നമിക്കുന്നു അത് കഴിവിന്. ഒരു പാട്ട് പാടാമോ? തീർച്ചയായിട്ടും. കൈതപ്പൂവിൻ കന്നിക്കുറുമ്പിൽ തൊട്ടു തൊട്ടില്ല, കണ്ണും തേടിയൊഴിഞ്ഞു കണ്ടു കണ്ടില്ല, മുള്ളാലേ
വിരൽ മുറിഞ്ഞു മനസ്സും മനസ്സും തേടിയൊഴിഞ്ഞു മധുര നൊമ്പരം കൈതപ്പൂവിൻ കന്നിക്കുറുമ്പിൽ തൊട്ടു തൊട്ടില്ല കണ്ണും കണ്ണും തേടിയൊഴിഞ്ഞു കണ്ടു കണ്ടില്ല മുള്ളാലേ വിരൽ മുറിഞ്ഞു മനസ്സും മനസ്സും തേടിയൊഴിഞ്ഞു മധുര നൊമ്പരം മൺവഴിയിൽ പിൻവഴിയിൽ കാലചക്രമോടവേ കുന്നിലങ്ങൾ പൂമരങ്ങൾ എത്രയോ മാറിപ്പോയി കാണേ നോൽപ്പുഴ എങ്ങോ മാഞ്ഞു നീരൊഴിഞ്ഞ വെൺമണലിൻ തോണി പോലെയായി ഞാൻ ആറ്റുമണൽ പായയിൽ അന്തിവയിൽ ചാഞ്ഞ കുഞ്ഞിളം കൈവീശി നീ തോണിയേറിപ്പോയില്ലേ. താങ്ക് യു. എണീറ്റ് നിന്ന് കൈയടിച്ചിരിക്കുന്നത്